കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ അതിജീവിതയുടെ പരാതിയിന്മേൽ പുനരന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയാണെന്ന് അതിജീവിത വ്യക്തമാക്കി. ICU പീഡന കേസിൽ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടർ KV പ്രീതിക്കെതിരെ അതിജീവിത പുനരന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വീണ്ടും കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി അതിജീവിത ACP ഓഫീസിലെത്തി മൊഴി രേഖപ്പെടുത്തി. ഡോക്ടർ KV പ്രീതി പല കാര്യങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും എല്ലാ കാര്യങ്ങളും വിശദമായി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ വ്യക്തമാക്കിയതായും നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അതിജീവിത വ്യക്തമാക്കി. എൻ്റെ പരാതിയിലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മൊഴി എടുത്തു. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രീതിൻ്റെ അടുത്ത് വന്ന വീഴ്ചകളും പ്രീതി ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തെളിവായിട്ട് എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. കേസ് പോലും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകളും മെഡിക്കൽ കോളേജിൻ്റെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാ പരാതിയും കൊടുത്തിട്ടുള്ളത്. അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്ക് പിറകെയാണ് കേസിൽ ഉത്തരമേഖല IG K സേതുരാമൻ അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. കോഴിക്കോട് നാർക്കോട്ടിക് സെൽ ACP ജേക്കബ് TPക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഡോക്ടർമാരുടെ ഉൾപ്പെടെ മൊഴികൾ രേഖപ്പെടുത്തും. കൈരളി ന്യൂസ്, കോഴിക്കോട്. തൃശൂർ കാറളം ചെമ്മണ്ടയിൽ ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച് ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ചെമ്മണ്ട SNDPക്ക് സമീപം താമസിക്കുന്ന കുറുമ്പാടൻ വീട്ടിൽ ഷാബുവാണ് ഭാര്യ ദീപ്തിയെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ദീപ്തിക്ക് തലയ്ക്കും കൈക്കുമാണ് വെട്ടേറ്റിരിക്കുന്നത്. ഇരുവരെയും തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. കുടുംബവഴക്കാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു.